ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് ഒരു അധികാരിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നിട്ടുള്ളത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങള് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്. അതൊരു ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞുകൊണ്ടോ ചില ഉദ്യോഗസ്ഥന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ല, ഈ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഈ സാമൂഹ്യ പ്രവർത്തനത്തിനിടയിൽ ഒരു ഉദ്യോഗസ്ഥനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് നടത്താനുള്ള കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇവിടുത്തെ സിഐയും എസ്ഐയും അധികാരമേറ്റിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഈ അവസരത്തില് ഈ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ജനപ്രതിനിധികളോ അല്ലെങ്കിൽ വിവിധ പാർട്ടിയുടെ നേതാക്കളോ പരിവാർ പ്രസ്ഥാനങ്ങളുടെ ആളുകളോ അവരുടെ പെരുമാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലാമുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു സഹോദരി നഷ്ടപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇത് ചില ആളുകളുടെ പിന്നിൽ നടന്നുകൊണ്ട് അവര് തരുന്ന ആചാരം നാക്കിക്കൊണ്ട് ഹൈന്ദവ സംഘടനകൾക്ക് നേരെ തിരിഞ്ഞാൽ ശക്തമായ പ്രതിഷേധമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവിടെ എത്തുമെന്ന ഒരു സൂചന വേണ്ടിയാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു സൂചന മാത്രമാണ്. നമുക്കറിയാം എത്രയോ ഉദ്യോഗസ്ഥന്മാര് നല്ല നല്ല ശക്തിയുള്ള കരുത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലെ CI ആയും SI ആയും ചുമതലയേറ്റിട്ടുണ്ട്. അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം നിന്നിട്ട് പ്രവർത്തിച്ച സംഘടനയാണ് സംഘപരിവാർ പ്രസ്ഥാനം. കോവിഡ് കാലഘട്ടങ്ങളിലെ അവർക്ക് തോളെടുത്ത പ്രസ്ഥാനങ്ങള് എന്തിനു വേണ്ടിയാണ് ഈ മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്നത്? ഇവിടുത്തെ CIയുടെ ധാർഷ്ട്യം കൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ ബന്ധപ്പെട്ട ആളുകളുടെ ആവശ്യത്തിന് മാത്രമേ ഈ സ്റ്റേഷനിൽ ഞങ്ങൾ സംഘപരിവാർത്തയും പാർട്ടിയുടെ ആളുകളെ SIയോ അല്ലെങ്കിൽ CIയോ ബന്ധപ്പെടാറുള്ളൂ. എന്താവശ്യത്തിന് ബന്ധപ്പെട്ടാലും ഒരു ധാർഷ്ട്യത്തിന്റെ സൗണ്ടോടുകൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇന്ന് നിങ്ങൾ സംസാരിച്ചു പോയാൽ നാളെ വന്നാൽ അദ്ദേഹം ചോദിച്ചു നിങ്ങളാരാണ്? അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഇവിടെ എത്തിയിട്ടുള്ള ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷിക്കേണ്ടതാണ് ഇതില് എന്താണ് ഈ CIയുടെ റോള്. 23-ാം തീയതി രാവിലെ 10 ആ രജിസ്റ്റർ ഓഫീസിന് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അറിഞ്ഞ അവസരത്തില് പരിവാർ സംഘടനയിലെ ആളുകളെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന അവസരത്തിൽ അവിടെ പെൺകുട്ടിയുടെ മാതാവ് CIയോ SIയോ ഉണ്ടായിരുന്നില്ല. CI വീട്ടിലെ കിടന്നിറങ്ങുകയായിരുന്നു. ഈ വിഷയം ഒരു ഗൗരവമുള്ള വിഷയമാണ്. ഈ ബദിയടുക്ക പ്രദേശത്തെ കുറിച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റില്ല എന്നത് വാസ്തവമാണ്. ആ കാര്യം അറിഞ്ഞിട്ടും 1 മണിക്ക് പരാതി കൊടുക്കാനെത്തിയ പെൺകുട്ടിയുടെ കുടുംബക്കാരെയും സംഘപരിവാർ പ്രസ്ഥാന നേതാക്കളും ഇവിടെ ഇരുത്തിക്കൊണ്ട് 6 മണിക്കാണ് ഇവിടുത്തെ CI ഓഫീസിലേക്ക് കടന്നു വരുന്നത്. 5:30 മണിക്ക് SI വന്നു. അദ്ദേഹം ഇതൊരു നിസ്സാര പ്രശ്നമാണ്, അദ്ദേഹം ഒന്നും മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയി. 6 മണിക്ക് CI വന്നു. CI വന്നിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാരെയും ചെക്കന്റെ വീട്ടുകാരെയും ഇവിടെ കല്യാണത്തിന് ആലോചിക്കുന്ന പരിപാടിയാണ് നടത്തിയത്. അതിനെയാണ് സംഘപരിവാറിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എതിർത്തപ്പോൾ അവർക്കെതിരെ CI തിരിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നേതാക്കൾ ഇടപെട്ടു, കുടുംബക്കാർ ഇടപെട്ടു. നിങ്ങളെ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് CI 23-ാം തീയതി നമുക്ക് വാക്ക് തന്നിട്ടുള്ളത്. 23-ാം തീയതിയായി, 24-ാം തീയതിയായി പെൺകുട്ടിനെ കുറിച്ച് ഒരു വിവരവും അവരുടെ മാതാപിതാക്കൾക്ക് തയ്യാറാൻ ബന്ധപ്പെട്ട ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. 24-ാം തീയതി ബന്ധപ്പെടുന്ന അവസരത്തില് ഇതേ CI പറഞ്ഞത് എനിക്ക് പെൺകുട്ടികളുടെ സ്ഥലം അറിയാം, നാളെ 11 മണിക്ക് ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങളെ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സംസാരിക്കുന്ന അവസരം ഞാൻ ഉണ്ടാക്കി തരാം എന്നാണ്. ഇവിടുത്തെ IP-ക്ക് കൃത്യമായിട്ട് അറിയാം, CIക്ക് കൃത്യമായിട്ട് ഈ പെൺകുട്ടി ഉണ്ടായിരുന്ന സ്ഥലം അറിയാം. STPയുടെ മതം മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന STPയുടെ വക്കീലും
അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചെങ്കള പഞ്ചായത്തിൽ നെക്രാജ വില്ലേജില് 3 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളും ഒരു ഹിന്ദു കുടുംബമാണ് മതം മാറ്റത്തില് ഇതായിട്ടുള്ളത്, മതം മാറിയിട്ടുള്ളത്. ഈ എല്ലാ മതം മാറ്റത്തിന് നേതൃത്വം കൊടുത്ത ചെങ്കളയുടെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവുമായിട്ട് CI കൂട്ടുകച്ചവടം ഉണ്ടാക്കിയിട്ടാണ് ഈ പെണ്ണിനെ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ നേതാവിന് നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ബിരിയാണിയും ടീഷർട്ടൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കയ്യിലെടുത്ത് അദ്ദേഹത്തിന്റെ കാര്യം നേടിയെടുക്കുന്ന ഒരു സ്വഭാവം. നമ്മളോട് എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഭയങ്കര മതേതരവാദിയാണ്. ഈ 3 മതമാറ്റത്തിന്റെ പിന്നില് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗുകാർക്ക് തന്നെ വേണ്ടാത്ത ഒരു നേതാവാണ്. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ മുസ്ലിം ലീഗ് നേതാവിന്റെ കൂടെ കൂടിക്കൊണ്ട് SDPIക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വക്കീലിന്റെ കൂടെ കൂടിക്കൊണ്ട് ഈ പെൺകുട്ടിയുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് വേണ്ടി 3 ദിവസമാണ് മത തീവ്രവാദികൾക്ക് വേണ്ടി ഈ CI സമയം നൽകി. 4 മണിക്ക് പെൺകുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ വിദ്യാനഗർ പോകണം, അവിടെയാണ് ഹാജരാക്കുന്നത്. പാവപ്പെട്ട അച്ഛനും അമ്മയും ഓടിപ്പോയി വിദ്യാനഗറിൽ പോയി 5 മണി വരെ അവിടെ ഇരുന്നു. 5 മണിക്ക് CIനെ വിളിക്കുന്ന അവസരത്തില് പറയുന്നു, നിങ്ങൾ കുറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഹാജരാക്കാൻ സാധിക്കില്ല. എന്താണ് പോലീസിന്റെ പണി? അത്രയും ഗഡ്സ് ഇല്ലാത്ത പോലീസാണ് ഇവിടെ കേരള പോലീസ്. ഒരു പെൺകുട്ടി കാണാതായിട്ട് 3 ദിവസമായിട്ടും ആ പെൺകുട്ടി അവിടെ ഉണ്ട് എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിഞ്ഞിട്ടും അവരെ ഹാജരാക്കാൻ 10 ആളുണ്ടായ കോടതിയിൽ ഹാജരാക്കാൻ താക്കത്തില്ലാതെ CI ആണോ ഇവിടെ ഉള്ളത്? അങ്ങനെയുള്ള CI നമുക്ക് വേണ്ട. 5 മണി തൊട്ട് 6 മണി വരെ ആ പാവപ്പെട്ട കുടുംബം കരഞ്ഞുകൊണ്ട് ആ കോടതി പരിസരത്ത് നിന്നു. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ, ബദിയെടുക്ക വാ, ഞങ്ങൾ സംസാരിക്കാം. 6 മണിക്ക് ആ പാവപ്പെട്ട 7 മണിക്ക് പരിവാറിന്റെ നേതാക്കളും അതുപോലെ തന്നെ ഈ അഭിനയ നടച്ചുകൊണ്ട് ഒരു മതേതര ലീഗുകാരൻ എന്ന് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഇവിടെ എത്തി. ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ ചേർന്നിരുന്ന ഹിന്ദുത്വ സംഘപരിവാർ ശക്തികളുടെ യുവാക്കൾ എതിർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ വിട്ടുതരും, ഞങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ കളവ് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പരിവാർ പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും കാര്യകർത്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാളെ രാവിലെ നിങ്ങൾക്ക് പെൺകുട്ടിയെ വിട്ടുതരുന്ന തരത്തിലാണ് ഉറപ്പ് നൽകിയിട്ടാണ് ഇവിടുന്ന് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കാര്യകർത്താക്കൾ പോയിട്ടുള്ളത്. 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണി വരെ കാത്തു. ഇവിടെ ഹാജരാക്കാനോ മറ്റ് അച്ഛനമ്മമാർക്ക് അവരെ കാണാനുള്ള സമയവും ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നീട് അച്ഛനോട് പറയുന്നത്, 1:30 മണിക്ക് നിങ്ങൾ കാഞ്ഞങ്ങാട് എത്തണം, പെൺകുട്ടി അവിടെ എത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പോകുന്ന അവസരത്തില് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്, പ്രിയമുള്ളവരെ, പെൺകുട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ കൂടെ നിർത്തിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് അച്ഛനും 25 വർഷം പ്രായമായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഇതുവരെ പ്രസവിച്ച് വളർത്തിയിട്ടുള്ള അച്ഛനും അമ്മമാർക്ക് കാണുവാൻ അവസരമില്ല. ഒരു മത തീവ്രവാദിയെ കൂടെ നിർത്തിക്കൊണ്ട് പോലീസ് പറയുകയാണ്, നിങ്ങളെ മക്കൾക്ക് കാണേണ്ട. ഞങ്ങൾ ചോദിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മത തീവ്രവാദി അമീർ ഷാദിനെ നിർത്തിയിട്ടുള്ളത്? പിന്നീടാണ് പോലീസ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കോടതിയിൽ 5 മണിക്ക് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഹാജരാക്കിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഉണ്ടായതാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ 3 ദിവസം കാലം മത തീവ്രവാദികൾക്കും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് മതം മാറ്റാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ സ്റ്റേഷന്റെ CIക്കെതിരെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നല്ലവരായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെറ്റത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ഇതുപോലത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഹിന്ദു ഐക്യതയുടെ സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹനാണ്. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എന്റെ 2 വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.